പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ പ്രകാശന പരിപാടിയുടെ സ്വാഗതം ആശംസിക്കാനായി ശ്രീ അശോക് കുമാറിനെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഈ കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം സെഷനുമായിട്ട് ബന്ധപ്പെട്ട് മലയാളം പബ്ലിക്കേഷന് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ള അഗൈതവമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മലയാളം പബ്ലിക്കേഷൻ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും അതോടൊപ്പം തന്നെ മെഡിക്കൽ മേഖലയിലും മറ്റു ഫിക്ഷൻ മേഖലയിലുമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ MS ഷബീർ രചിച്ച സന്ധിവേദന കാരണവും പരിഹാരവും എന്നൊരു പുസ്തകമാണ്. ഡോക്ടർ MS ഷബീറിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു ഡോക്ടർ എന്നുള്ള ജോലി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഏകദേശം 20ഓളം പുസ്തകങ്ങൾ ഈ കാലയളവിൽ അദ്ദേഹം രചിക്കുകയുണ്ടായി. അതിലെ നോവലുകള്, മലയാളം നോവലുകള്, ഇംഗ്ലീഷ് നോവലുകള്, കവിതാ സമാഹാരങ്ങള്, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള മെഡിക്കൽ മേഖലയിലുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈ കാലയളവിൽ രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ 4 മലയാളം നോവലുകൾ രചിക്കുകയും അതുപോലെ തന്നെ 2 ഇംഗ്ലീഷ് നോവലുകളും അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരവും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഗോൾഡൻ ബുക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ താന്തമാണെങ്കിലും എന്ന നോവലിന് മുട്ടത്തി വർക്കി ഫൗണ്ടേഷൻ അവാർഡും ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അതിശയമാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ഇത്രയും പുസ്തകങ്ങൾ രചിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് അഗൈതവമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള നന്ദിയും കൂടെ അറിയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ ഈ മലയാളം പബ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ ശ്രീകണ്ഠൻ കരിക്കകമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റും കഥാകൃത്തുമാണ്. അദ്ദേഹത്തിന്റെ സെയിൻ കൊറോണ എന്ന നോവലിന് HNC അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നിർവഹിക്കുന്നത് ശ്രീമതി സജി അജീഷ് ആണ്. പ്രശസ്ത കവയത്രിയാണ്. കലാകൗമുദിയിലെ നിരവധിയായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്നു. ശ്രീമതി സജി അജീഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ ആശംസ അറിയിക്കുന്നത് ശ്രീ സുഭാഷ് ബാബുജിയാണ്. അദ്ദേഹം പ്രശസ്ത കവിയും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ ഉഷാറാണി പി ടീച്ചറാണ്. ടീച്ചർ കവിത ലേഖന സമാഹാരം എഴുതുന്നതാണ്. ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ സജി അജീഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന പ്രിയ സാഹിത്യകാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഇന്ന് ഡോക്ടർ MS ഷബീറിൻ്റെ സന്ധിവേദന കാരണങ്ങളും പരിഹാരങ്ങളും എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശിതമായതും. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. വളരെ മിനിമം സമയമേ ഉള്ളൂ. ശരിക്കും ഇന്നലെയും സാറിൻ്റെ ഡോക്ടർ MS ഷബീർ സാറിൻ്റെ ഓസ്റ്റിയോപൊറോസിസ് എന്ന പുസ്തകത്തിൻ്റെ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അതിൽ പറയുന്നത്, ആ ഓസ്റ്റിയോപൊറോസിസ് എന്ന പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞത്, നമ്മൾക്ക് ആ രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയും അത് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതിന് വേണ്ട പരിഹാരങ്ങളോ അത് ഒഴിവാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മറിച്ച് സന്ധിവേദന എന്ന് പറയുന്നത് നമുക്ക് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും വീടുകളിൽ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സമീപത്തുള്ളവർക്കോ എന്നും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ഒരു അറിവ് നമ്മൾ സാധാരണ മനുഷ്യർക്കും ഉണ്ടാകണം. അതിന് ഡോക്ടർ പറയുന്ന കാര്യം ഇതാണ്: ഒരു ഡോക്ടർക്ക് രോഗിയെ ചികിത്സിക്കാൻ വളരെ മിതമായ സമയമേ
കിട്ടുന്നുള്ളൂ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, രോഗികളെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന പീരീഡ് കറക്റ്റ് ഡ്യൂറേഷനിൽ തിരിച്ചു വരുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. ചിലപ്പം സാമ്പത്തിക ക്ലേശമായിരിക്കാം, അല്ലെങ്കിൽ ദൂരം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ പിന്നീട് വന്ന് ഇത് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർക്ക് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഡോക്ടറുടെ പല പിന്നെ ഈ അസ്ഥിരോഗ വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചു. അതിലൊക്കെയും കാണാൻ കഴിയുന്നത് ഈ ഡോക്ടർമാർക്ക് വേണ്ടത്ര ഒരു രോഗികളെ ചികിത്സിക്കാൻ തക്ക ഒരു സംവിധാനം കുറവാണ്. ഇത്രയും രോഗികളെ വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ തക്ക സംവിധാനം കുറവാണ്. കാരണം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ളതുപോലെ ഒരു അറ്റൻഡർ, ഒരു ഹെൽപ്പറോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ കം ഒരു സെക്യൂരിറ്റിയോ ഇല്ല. എല്ലാം ഒരുപാട് രോഗികളും അക്ഷമയോടെ നിൽക്കുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിന് നമ്മുടെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിലുള്ളവരുടെ ഉന്നത മേഖലയിൽ നിന്നുമുള്ള സഹകരണവും സാമ്പത്തിക സഹായവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ഞാനും കുറച്ച് നാൾ വിദേശത്ത് താമസിച്ചപ്പോൾ അവിടെ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നതും മരുന്ന് കിട്ടുന്നതും സർക്കാർ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അങ്ങനെ ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് സർക്കാർ തലങ്ങളിൽ നിന്ന്, ഭരണ തലങ്ങളിൽ നിന്ന് കിട്ടുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യം വളരെ അത്യന്താപേക്ഷിതമായിട്ട് എല്ലാവരും തന്നെ ചിന്തിച്ച് എല്ലാവരുടെയും വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യവും ഈ അവസരത്തിൽ പറയുന്നു. ഇവിടെ ഈ സന്ധിവേദന, ഇതിൽ പ്രധാനമായ സന്ധിവേദന കാരണങ്ങളും പരിഹാരവും എന്ന് പറയുമ്പോൾ എന്താണ് സന്ധിവേദന, ഏതൊക്കെ തരം സന്ധിവേദനകളുണ്ട്? ഇപ്പം ഇതിൽ തന്നെ ഡോക്ടർ പറയുന്നു, ഒരു ഷോൾഡർ പെയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം. നടുവേദന എന്ന് പറയുന്ന കാരണം ഉണ്ടാകുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പം ഓരോരുത്തരുടെ കാരണങ്ങൾ, അവരുടെ കർമ്മമേഖല, അല്ലെങ്കിൽ അതിൻ്റെ രോഗത്തിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ അതിൻ്റെ ഇത് തുടങ്ങിയ കാലം, ഇത് അവരുടെ മറ്റ് രോഗങ്ങളുണ്ടോ, ഇതൊക്കെ നിർണയിച്ചുകൊണ്ടാണ് ഡോക്ടർക്ക് രോഗിക്ക് കൃത്യമായ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു മരുന്ന് ചികിത്സ തുടങ്ങാൻ പറ്റുകയുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ വരുമ്പോൾ ഏത് രോഗിക്കും വേദന കൊണ്ടുവരുമ്പോൾ ഈ സന്ധിവേദന എന്ന് പറയുന്നത് എല്ലാത്തരം വേദനയും വേദനയാണല്ലോ. സന്ധിവേദന കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യുന്നത് വേദന ഒന്ന് റിലീഫ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് അതിൻ്റെ മൂല കാരണം കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നുള്ളത്. അപ്പം ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഓർക്കുന്നത്, എനിക്ക് ഈ റെസ്റ്റിന് ചെറിയ പ്രശ്നമായിട്ട് ഞാൻ SK ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആൻറ്റിമാർ തമ്മിൽ ഡിസ്കഷനാണ് അവിടെ. അവർക്ക് 2 പേർക്കും നീ സർജറി ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ, അവർക്കാണെങ്കിൽ ഒരാൾക്ക് വേറെ ഒരാൾക്ക് കേട്ടത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നടക്കാം, ഒരാൾക്ക് കേട്ടത് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് നടക്കാം, പിന്നെ ഒരാൾക്ക് ഇത്ര രൂപ ചെലവ്. അപ്പൊ ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താണ്, എല്ലാവർക്കും ഒരേ ഉത്തരവാണ് ഡോക്ടറിൽ നിന്ന് കിട്ടേണ്ടതെന്ന്. ശരിക്കും അതല്ല, ഓരോ രോഗികൾക്കും ഉണ്ടാകുന്നതിൻ്റെ അതനുസരിച്ച് ചിലർക്ക് ഇതിൻ്റെ മെനിസ്കസ് എന്ന് പറയുന്ന നമ്മൾ അതിൻ്റെ മുട്ടിൻ്റെ വാഷർ എന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റെ തേയ്മാനമായിരിക്കാം, ചിലർക്ക് ലിഗമെൻ്റ് ആയിരിക്കാം, മറ്റു ചിലർക്ക് ചിരട്ട മാറിയതായിരിക്കാം. അപ്പം ഇതിനനുസരിച്ച് വളരെ വ്യത്യസ്തമായ ചികിത്സാ രീതികളും ചെലവും അത് പരിഹരിക്കപ്പെടുന്ന കാലയളവും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ടീനേജ് കുട്ടികളിലുണ്ടാകുന്ന പെയിൻ, അത് ബോഡി വളരുന്നതിനനുസരിച്ച് മസിൽസിലുണ്ടാകുന്ന വലിവ് കൊണ്ടുണ്ടാകുന്നതാണ്. അത് ചിലപ്പോൾ ചിലവർക്ക് മുട്ടുവേദന എന്ന് പറയുന്നത് നീർക്കെട്ടുണ്ടാകാം, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകാം, ഇടിയോ തട്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ്. അപ്പം അത് തൊട്ട് പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം പെണ്ണുങ്ങൾക്ക് സാധാരണ എപ്പോഴും പെയിൻ ഉണ്ടല്ലോ പീരിയഡ് സമയത്തുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും നമ്മൾ കിടക്കണം എന്നാണ്. ഇപ്പോൾ അതെല്ലാം മാറി വരുന്നുണ്ട് എങ്കിൽ പോലും.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയം ഈ യൂട്രസ് ഹിസ്റ്റക്ടമി, ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടുപേരുടെ ഇടയിൽ ഒരു തർക്കം. ഒരാൾ രോഗിയെ കാണാൻ പോകുന്നു, അപ്പോൾ പറയുന്നു ഞാനിത് ചെയ്ത സമയത്ത് ഞാൻ 3 മാസം കിടക്കുകയായിരുന്നു 15 വർഷം മുന്നേ. അപ്പോൾ ഇപ്പോഴത്തെ രോഗി പറയുന്നു അല്ല, ഡോക്ടർ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ, പ്രത്യേകിച്ച് ഇളിയുടെ താഴ്വശത്തുള്ള ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ ത്വരിതപ്പെടുത്താനും പാരാലിസിസ് വരാതിരിക്കാനും നമ്മൾ അപ്പോഴേ മുതൽ 3 ദിവസത്തിൻ്റെ അന്ന് മുതലേ നടക്കണം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുറഞ്ഞ വലിയ മിതമായ ഒരു അറിവ്. നമ്മൾ പണ്ട് പറയുമല്ലോ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. പക്ഷേ നമ്മുടെ ആരോഗ്യവും രോഗവിവരങ്ങളെ കുറിച്ച് അറിയുന്ന സമയത്ത് മുഴുവനും അറിയുക അല്ലെങ്കിൽ അറിയാതിരിക്കുക, അതാണ്. അപ്പം ഈ കുറച്ച് മാത്രം അറിവുള്ള നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാകുന്നത്, എന്തുകൊണ്ട് യൂറിക് ആസിഡ് കൂടുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നത്, അതിൽ എന്തൊക്കെ കഴിക്കാം, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനം എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിൽ ഒരു പേജ് പോയിട്ട് ഒരു വാക്ക് പോലും ഇതിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാനില്ല. അത്ര ക്രിസ്പായിട്ട് വളരെ എന്താ പറയുക, കൈയടക്കത്തോടെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അവിടെ ഇരുന്ന് പൊടി പിടിക്കും, ഈവൻ നമ്മുടെ അവാർഡ് പോലും വയ്ക്കാൻ സ്ഥലമില്ലാതെ പൊടി പിടിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, റിട്ടയർ ആയ, അവരാരെങ്കിലും വായിച്ചിട്ട് മറ്റുള്ളവർക്ക് ഇതിൽ കൊടുക്കും. അതിൽ എക്സർസൈസിന്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട്. ഈ പൊതുവെ കേൾക്കുന്ന വേറൊരു കാര്യമാണ് മുട്ടുവേദന, അല്ല തേയ്മാനം ഉണ്ടാകുന്നത് നമ്മൾ പരിധിയിലധികം നമ്മൾ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ വളരെ സ്ട്രെയിനോട് കൂടി ചെയ്യുക. ഏത് എക്സർസൈസും കുറേശ്ശെ കൂട്ടി വെയിറ്റ് എടുത്താലും കൂട്ടി വരണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇതിനെയൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാന കോശമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വളരെ മിതമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ ഡോക്ടർക്ക് ഇങ്ങനെ എഴുതാൻ അതൊരു ഈശ്വരാനുഗ്രഹമാണ്, നമ്മുടെയും ഭാഗ്യമാണ്. ഇതുപോലെ മറ്റ് ഷഗുരന്മാരും അതാത് മേഖലകളിൽ അവർ വിഹരിക്കുന്ന മേഖലയിലെ അറിവുകളെ എടുത്ത് കാണിച്ചുകൊണ്ട് എഴുതാൻ മുന്നോട്ട് വരട്ടെ. ഡോക്ടറും ഇനി ഇത്തരത്തിലുള്ള ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി എഴുതി പ്രസിദ്ധീകരിക്കാനും പൊതുജനങ്ങളെ സേവിക്കാനും അങ്ങനെ കഴിയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വേറെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ എസ് ഡി അനിൽകുമാർ. അദ്ദേഹവും ഒരു സാഹിത്യകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഇത്തരം ഇത് അതുപോലെ എല്ലാവരും ഇത് ഒരു പ്രചോദനമായി കൊണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യം ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ കഴിയട്ടെ. ഇദ്ദേഹം ഡോക്ടർ എം എസ് ഷബീർ ഇങ്ങനെ ഒരു ദൗത്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആത്മാർത്ഥമായുള്ള പരിശ്രമം കൊണ്ട് ഇങ്ങനെ ചെയ്ത് സമൂഹ നന്മ ചെയ്യുന്നതിന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്തരം ധാരാളം കൃതികൾ പ്രതീക്ഷിക്കുന്നു. അതിന് അദ്ദേഹത്തിനെ ആശംസിച്ചു കൊള്ളുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടെ തന്നതിനും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ മുന്നിൽ 2 വാക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഞാൻ ഡോക്ടറോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീകണ്ഠൻ കരിക്കകം സാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരവ് ക്ഷണിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ്, അതിൽ തന്നെ 15 മിനിറ്റോളം കടന്നു കഴിഞ്ഞു. സന്ധിവേദന കാരണങ്ങളും പരിഹാരവും എന്ന ഡോക്ടർ എം എസ് ഷബീറിൻ്റെ ഈ പുസ്തകം ഒരു ശാസ്ത്ര പുസ്തകം എന്നുള്ള ഒരു പ്രത്യേകതയാണ് മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഈ സന്ധി എന്താണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ തുടക്കം അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ ചലിക്കുന്നത് ഈ സന്ധികളുടെ സഹായത്താലാണ്. അപ്പോൾ ചലനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, ചലിക്കാൻ കഴിയാതെ പോകുന്ന ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ പിന്നീട് ജീവിതത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. ചലിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ, മനുഷ്യൻ്റെ വ്യവഹാരങ്ങളെ,
പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞ് നടുവേദനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് വേദനയോ വരുമ്പോൾ ഇടതുവശത്തോ വലതുവശത്തോ എടുത്ത് ഈ പുസ്തകം എടുത്ത് അതിനുശേഷം നോക്കാം നമുക്ക് എന്താണ് ജോലി സംബന്ധമായി ഉണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭാരം എടുക്കുമ്പോൾ ഏറ്റവും ഇതിനകത്ത് പ്രധാനം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി, ഞാൻ പലപ്പോഴും നമ്മൾ ഈ ബൈക്കൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദന ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ അതിനെ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു ഭാരമുള്ള ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ വേണം അത് ചെയ്യാൻ. പിന്നെ നോവലും കഥയും പിന്നെ സാഹിത്യരൂപങ്ങൾ, കവിതകളും ഒക്കെ ധാരാളം രചിച്ചിട്ടുള്ള ഡോക്ടർ ഈ പുസ്തകത്തിനെ എങ്ങനെ വേണം രൂപകൽപ്പന കുറിച്ച് ആലോചിക്കുകയും ചോദ്യവും ഉത്തരവും എന്ന നിലയിലേക്ക് ഈ പുസ്തകത്തിന്റെ ഒരു രൂപകൽപ്പനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആവശ്യമില്ലാതെയുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ആദ്യത്തെ പേജിൽ തന്നെ ഒരു ചോദ്യം തുടങ്ങുകയാണ്. ആ ചോദ്യത്തിൽ നിന്ന് പിന്നീട് കാരണങ്ങൾ പറഞ്ഞു പോവുകയും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്തിനാണ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും നല്ലൊരു ശതമാനം മനുഷ്യരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഈ മുട്ടുവേദന എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വളരെ കാര്യമായി ഡോക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട്. അസ്ഥിരോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പുസ്തകം ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകമായിരുന്നു. അപ്പൊ ഞാനിത് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ കഥയും നോവലും ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും ഈ പ്രമുഖ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വിഷയങ്ങൾ വളരെ കാര്യമായി കൈകാര്യം ചെയ്യുന്ന. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 90 വയസ്സോളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ സജീവമായി എഴുത്തിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്നും നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു ശാസ്ത്രശാഖയിൽ നിൽക്കുന്ന പുസ്തകമാണ്. ശരിക്കും ഡോക്ടർ MS ബഷീറിന്റെ കൃതികൾ ഈ രംഗത്ത് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും. അങ്ങനെ അതിന് കഴിയട്ടെ. ധാരാളം സമയമെടുത്ത് പറയേണ്ട ഒരു പുസ്തകമാണിത്. അത്രയ്ക്കുള്ള സമയമില്ല. 5 മിനിറ്റ് കൂടുതൽ ഞാൻ എടുക്കുന്നത് ഈ ചടങ്ങിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദകേടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഭാവുകങ്ങളും ഈ പുസ്തകത്തിന് നേരും. വാങ്ങിയ ഡോക്ടർ ഉഷാറാണി പി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. 2 പാട്ടിന്റെ വരികളിലൂടെ ആരംഭിക്കുകയാണ്. കാലുകളോ മഞ്ഞയരളി പൂവുകളോ, കൈവിരലോ കണിവെള്ളരി മലരിതളോ. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണിത്. നമുക്കിവർക്കും പരിചിതമായത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈകളെയും കാലുകളെയും വർണ്ണിക്കുകയാണ് കവി ഭാവനയുടെ സൗകുമാര്യവും മാധുര്യവും തികഞ്ഞ ഈ വരികളിലൂടെ. പക്ഷേ വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് വളരെയധികം വേറിട്ട് നിൽക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകളും കൈകളും എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ അസ്ഥികളുടെയോ തരുണാസ്ഥികളുടെയോ സംഗമമാണ്, അതായത് സന്ധിയാണ് എന്നാണ്. ഇവിടെ സന്ധിവേദന കാരണങ്ങളും പരിഹാരവും എന്ന ഡോക്ടർ MS ഷബീറിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഇതൊരു അവബോധന ഗ്രന്ഥമാണ്. നമുക്കറിയാം ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിബലക്ഷയം എന്ന വിജ്ഞാനപ്രദമായ ഗ്രന്ഥം നമുക്ക് നൽകിയ ഈ തൂലികത്തുമ്പിൽ നിന്നും മറ്റൊരു വിലപ്പെട്ട അവബോധന ഗ്രന്ഥം. 160 ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുസരിച്ചാണ് ഈ രചന ഇതിലൂടെ ഡോക്ടർ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ സംശയങ്ങളെ വളരെയധികം കൃത്യമായി ദൂരീകരിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ ചുറ്റും വ്യാജം കലർന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, അജ്ഞരായ സാമാന്യ ജനങ്ങളെ വൈദ്യശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് പല തട്ടിപ്പുകളിലേക്ക് മറ്റുള്ളവർ നയിക്കാറുണ്ട്. ഇതിന് എങ്ങനെ സാധാരണക്കാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എന്ന ചിന്തയിൽ നിന്നുമാണ് താൻ ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് ഡോക്ടർ പ്രത്യേകം ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് പത്രമാധ്യമങ്ങളിൽ ഡോക്ടറോട് ചോദിക്കുക എന്ന സ്ഥിരം പങ്ക്തി ഉണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും ഇഷ്ടമായിരുന്നു, ജനകീയമായിരുന്നു ആ പരിപാടി. പിൽക്കാലത്ത് ദൃശ്യമാധ്യമങ്ങൾ ആ സ്ഥാനം കൈയടക്കിയപ്പോൾ ഫോണിൻ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരിപാടി പരിണാമപ്പെട്ടത്.
ഈ സാധ്യതയെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ രചന ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. അതിനാൽ നമുക്ക് ഏവർക്കും ഇത് വാങ്ങിക്കാം, വായിക്കാം, പ്രചരിപ്പിക്കാം. ഒരു ആപ്പിൾ ഒരു ഡോക്ടറെ അകറ്റി നിർത്തും എന്നാണല്ലോ ചൊല്ല്. ഈ പുസ്തകം വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് പ്രാഥമികമായും ദ്വിതീയമായും തൃതീയമായും ഈ സന്ധിവേദനയുടെ കാരണങ്ങളും വിഷമങ്ങളും പരിഹാരങ്ങളും അറിയാൻ സാധിച്ച് ഒരു ഡോക്ടറെ അകറ്റി നിർത്താൻ തന്നെ സാധിക്കും. അതിനാൽ ഡോക്ടറിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നിർത്തുന്നു. നന്ദി. സമർപ്പിക്കുന്നതിനായി ശ്രീ സുഭാഷ് ബാബുജി അവരുടെ ആദരവ്. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രീ MS ഷബീറിന്റെ ഈ ഇന്നത്തെ ഈ ബുക്ക് സന്ധിവേദന കാരണങ്ങളും പരിഹാരവും എന്ന ബുക്ക് അദ്ദേഹത്തിന്റെ 20ാമത്തെ ബുക്കാണ്. അദ്ദേഹത്തിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ പലതരം ഈ 20 ബുക്കുകളിൽ ചെറുകഥകളുണ്ട്, നോവലുകളുണ്ട്, പല കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ വളരെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ ചില ബുക്കുകളുമുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയാ ഈ രോഗികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. അദ്ദേഹത്തിന്റെ ഈ ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 250-300 രോഗികളായിരിക്കും അവിടെ ക്യൂ നിൽക്കുന്നത്. ഒരു രോഗിയുടെ ഉദാഹരണത്തിന് ഒരാളുടെ ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഷോൾഡർ പെയിൻ ഉണ്ടാകാനായിട്ട് ഏകദേശം 10-12 കാരണങ്ങളുണ്ട്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ചികിത്സിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് ഉണ്ടായിരിക്കണം. ഈ 30 മിനിറ്റ് ഇൻറ്റു ഈ 300 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയായിരിക്കും വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് ഇവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ, അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ നടുവേദനകളും പ്രശ്നമുള്ള നടുവേദനകളല്ല. 70% നടുവേദനകളും 2 ആഴ്ച കൊണ്ട് മാറുന്നതാണ്. അതുപോലെ 90% നടുവേദനകളും 6 ആഴ്ച കൊണ്ട് മാറുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ അദ്ദേഹം വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊണ്ണത്തടി, കാരണം മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ, അതിനെപ്പറ്റിയൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ, എന്താണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ അത് ഈ തടി നമ്മുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് മുട്ടിനുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്ക് തടി കൂടുതലാണോ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. BMI, ബോഡി മാസ് ഇൻഡെക്സ് എപ്പോഴും പറയും. അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് ഭാഗം നമ്മുടെ ഉയരത്തിന്റെ സ്ക്വയർ. അപ്പൊ അത് വെച്ച് ഞാനൊന്ന് വെറുതെ, എനിക്ക് ഇതുവരെ അത് അറിയില്ലായിരുന്നു, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എന്റെ വെയിറ്റ് 64 കിലോ, എന്റെ ഹൈറ്റ് 174, അതിനെ മീറ്റർ ആക്കുമ്പോൾ 1.7 എന്നാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് 21 അതിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 18 തൊട്ട് 25 വരെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. 25 തൊട്ട് 30 വരെ വരികയാണെങ്കിൽ ഞാൻ അല്പത്തടിയനാണ്. 30 തൊട്ട് 35 വരെയാണെങ്കിൽ ഞാൻ ചെറിയ രീതിയിലുള്ള പൊണ്ണത്തടിയനാണ്. 30 തൊട്ട് 35 വരെയാണെങ്കിൽ ഞാൻ വലിയ പൊണ്ണത്തടിയനാണ്. എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഗിയുടെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ വലിയ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പോകണമെന്നില്ല. കാരണം എന്താണ്, അവിടെ രോഗിക്ക് ആവശ്യമുള്ളതും അധികവും കൊടുക്കാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും, അദ്ദേഹത്തിന് ഒരു രോഗി മുന്നിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിന് പല മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ റിസോഴ്സസുകളോ മറ്റോ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും. എന്തായാലും നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഇത് നമുക്ക് വളരെ എല്ലാവർക്കും, അതായത് ഇവിടെ ഇരിക്കുന്നവരിൽ പോലും 50% ആൾക്കാർക്കുള്ള അസുഖമാണ്. പക്ഷെ നമുക്കറിയില്ല അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. അതിനെ കെയർ ഗ്യാപ്പ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രിയേജ് എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ വേറൊരു പഴയ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് രോഗികൾ വന്നാൽ ഒരു പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 50 രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിൽ ചിലർക്ക് വളരെ പെട്ടെന്നുള്ള അറ്റൻഷൻ ആവശ്യമാണ്. അങ്ങനെ തരംതിരിക്കുന്നതാണ് ആരെയാണ് ഉടനെ അറ്റൻഡ് ചെയ്യുന്നത്, ആരെയാണ് പിന്നെ എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വളരെ ഉപയോഗപ്പെട്ട ഒരു പുസ്തകമാണ്. മാക്സിമം എല്ലാവരും വായിച്ചിരിക്കണം. ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു. വാക്കിനായി ഡോക്ടർ MS ഷബീറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ സഹൃദയർക്കും എൻ്റെ നമസ്കാരം. ഈ പുസ്തകം സന്ധിവേദന കാരണങ്ങളും പരിഹാരം എന്ന ഈ പുസ്തക രൂപത്തിലാക്കാൻ സഹായിച്ച മലയാളം പബ്ലിഷേഴ്സിന് എൻ്റെ ഹാർദവമായ കൃതജ്ഞത ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ സഹോദര പുസ്തകം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പുള്ളി പറഞ്ഞതിലൊരു എന്റെ അന്തമാണെങ്കിൽ എന്ന നോവലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. അതിന് അവാർഡ് കിട്ടിയത് AWCF ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഫെലോഷിപ്പ് അവാർഡാണ്. അത് മുട്ടത്തൂർക്ക് ഈ ഫൗണ്ടേഷന്റെ അവാർഡല്ല കിട്ടിയത്. അപ്പൊ അത് ഒരു ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. പിന്നെ അതുപോലെ ഈ ആരോഗ്യ ശാസ്ത്ര ഗ്രന്ഥത്തിന് പ്രകാശനത്തിന് വേണ്ടി
വിവിധ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുകയും ഇവിടെ വന്ന് നല്ല വാക്ക് പറയാനും സമയം കണ്ടെത്തിയ പ്രശസ്ത നോവലിസ്റ്റും ശ്രീകണ്ഠൻ കരിക്ക് മാഷിനെ എൻ്റെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ ഈ പുസ്തകം സ്വീകരിക്കാനും ഇതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ വേറൊരു ഡയമെൻഷനിൽ ഇവിടെ കവിത പാരായണം ചെയ്തുകൊണ്ട് ഇതിനൊരു ശാസ്ത്ര ഗ്രന്ഥത്തിന് വേറൊരു മാനം നൽകിയ നമ്മുടെ പ്രിയങ്കരിയായ ഉഷാറാണി ടീച്ചറിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനെ വളരെ ആഴത്തിൽ പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ തന്നെ അത് പകർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഭാഷ് ബാബു സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു ഈ പുസ്തകം കൈമാറുന്നത്. പക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതിന്റെ വിശദമായി തന്നെ ഇതിനെ വായിക്കുകയും അതിനെപ്പറ്റി നല്ലൊരു പുസ്തക പരിചയം ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീമതി സജിയ ജേഷ് മാഡത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ അന്താരാഷ്ട്ര പുസ്തക 4ാമത് അന്താരാഷ്ട്ര പുസ്തകം കഴിഞ്ഞ വർഷവും എനിക്ക് പുസ്തകം പ്രകാശനം ചെയ്തു. 3ാമത്തെ തുടർച്ചയായ എന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അന്താരാഷ്ട്ര ഉത്സവമാണ് ഈ 4ാമത്തെ ലൈബ്രറി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് സൗകര്യം നൽകിയ ഈ കേരള ലെജിസ്ലേറ്റീവ് ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന്റെ സംഘാടകർക്കും ഇതിന്റെ മറ്റു ഓഡിയോ വിഷ്വൽ ആൾക്കാരുടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.